കനത്ത മഴയിൽ ദേശീയപാത ഇടിഞ്ഞ് താഴ്ന്നതിന് പിന്നാലെ വീണ്ടും ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തി. തിരുവങ്ങൂർ മേൽപ്പാലത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത്. 400 മീറ്റർ നീളത്തിൽ പാത വിണ്ടുകീറിയ നിലയിലാണ്. പാലത്തിന്റെ സ്ലാബ് തുടങ്ങുന്നതിന് മുൻപാണ് വിള്ളൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് വിള്ളൽ രൂപപ്പെട്ട് വിണ്ടുകീറിയത്. ഈ ഭാഗത്ത് ടാറിട്ട് അടച്ചിരുന്നു. പിന്നീടാണ് വീണ്ടും വിണ്ടുകീറിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മഴ പെയ്ത സമയത്താണ് വിള്ളൽ കണ്ടെത്തിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നാട്ടുകാർ അറിയിച്ചതോടെ റോഡ് പൊളിഞ്ഞ ഭാഗം പരിശോധിക്കാതെ വിണ്ടുകീറിയ ഭാഗത്ത് ടാറ് ഒഴിക്കുക മാത്രമാണ് ചെയ്തതെന്നും പ്രദേശവാസികൾ പറയുന്നു. 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ മേൽപ്പാലം റോഡ് കീറിയിട്ടുണ്ട്. അടച്ചെങ്കിലും ചിലയിടങ്ങളിൽ വീണ്ടും വിണ്ടുകീറിയ നിലയിലാണ്. സമാനമായി കോഴിക്കോട് മാലാപ്പറമ്പിൽ ദേശീയപാത സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത റോഡാണ് ഇടിഞ്ഞു താഴ്ന്നത്. റോഡ് താഴ്ന്നതിനെ തുടർന്ന് വാഹന ഗതാഗതം നിർത്തിവച്ചിരുന്നു. മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ച് റോഡ് പൊളിച്ചു നീക്കുന്ന പ്രവൃത്തിയും നടന്നിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കൂടാതെ കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൂരിയാടിനും കൊളപ്പുറത്തിനുമിടയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന കാറിന് മുകളിലേക്കാണ് ആറുവരിപ്പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. 3 കാറുകളാണ് അപകടത്തിൽപ്പെട്ടതും. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതിനിടെയാണ് മാലാപ്പറമ്പിലും റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. കൂടാതെ ദേശീയപാത തലപ്പാറ ഭാഗത്ത് റോഡിലും വിള്ളൽ കണ്ടെത്തിയിരുന്നു. നിർമ്മാണം പൂർത്തിയായ പുതിയ 6 വരിപ്പാതയിലാണ് ചൊവ്വാഴ്ച രാവിലെ മീറ്ററുകളോളം നീളത്തിൽ വിള്ളൽ കണ്ടത്. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു. ഇതിനിടെ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ ഇത്തരം വീഴ്ച അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ 3 അംഗ സംഘത്തെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. ഡൽഹി IITയിൽ നാഷണൽ റോഡ് റിസർച്ച് സെന്ററിന് നേതൃത്വം നൽകുന്ന സിവിൽ എഞ്ചിനീയറിംഗ് വിദഗ്ധനായ പ്രൊഫസർ കെ രാമചന്ദ്ര റാവു 3 അംഗ സമിതിയെ നയിക്കും. കേരളത്തിൽ എത്രയും പെട്ടെന്ന് എത്തി നിർമ്മാണത്തിൽ വീഴ്ച എങ്ങനെയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് സമിതിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.